ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഗായത്രി പുഴയിലും ചീരക്കുഴി ഡാമിലും വെള്ളത്തിന് നിറമാറ്റം. രാസമാലിന്യം കലർന്നതായി ആശങ്ക. കുടിവെള്ള സ്രോതസ് മലിനമായതോടെ മത്സ്യത്തൊഴിലാളികളും പൊതുജനങ്ങളും വലിയ ഭീതിയിൽ. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. ഗായത്രി പുഴയുടെ ഭാഗമായ പഴയന്നൂർ ചീരക്കുഴി ഡാമിലെ വെള്ളത്തിന് പെട്ടെന്നുണ്ടായ നിറമാറ്റം പ്രദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്നു. ഡാമിലെ വെള്ളം കറുത്ത നിറത്തിലായതോടെ രാസവസ്തുക്കളോ മറ്റു മലിനജലമോ കലർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെ ചീരക്കുഴി മേഖലയിൽ ഉപജീവനം നടത്തുന്ന 30ഓളം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വെള്ളത്തിലെ നിറവ്യത്യാസം കാരണം മത്സ്യബന്ധനം പൂർണ്ണമായും തടസ്സപ്പെട്ടതായും മീനുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയാണെന്നും തൊഴിലാളികൾ പരാതിപ്പെടുന്നു. പ്രദേശത്തെ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യമോ അതോ സാമൂഹിക വിരുദ്ധർ ഡ്രൈനേജ് വേസ്റ്റ് തള്ളിയതോ ആകാം ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് സംശയിക്കുന്നത്. 2 ദിവസം മുമ്പ് കൊണ്ടാഴി ഗായത്രി പുഴയോരത്ത് ശുചിമുറി മാലിന്യം തള്ളിയത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡാമിലെ വെള്ളത്തിന്റെ നിറം മാറിയിരിക്കുന്നത്. കൊണ്ടാഴി, പഴയന്നൂർ, തിരുവില്ലോമല പ്രദേശങ്ങളിലെ പ്രധാന കുടിവെള്ള സ്രോതസ് കൂടിയാണ് ഗായത്രി പുഴ എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ചീരക്കുഴി മേഖലയിൽ നിയമവിരുദ്ധമായി മെഷീൻ ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. നമ്മുടെ പഴയന്നൂർ പഞ്ചായത്തിന്റെ കീഴിൽ, ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇവിടെ 10-30ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഡാമിൻ്റെ ഉള്ളിൽ വലയിട്ടാൽ മീൻ കിട്ടുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാലിന്യം വെള്ളത്തിൽ വന്ന് ചാടുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത് അറിയുന്നില്ല. വെള്ളം നല്ല ബ്ലാക്ക് കളറാണ്. വല ഇടുമ്പോൾ അതിൽ നല്ല കൊഴുപ്പിന് ഉള്ള കറുപ്പ് കളറുള്ള ഇത് പിടിക്കുകയാണ്. എന്താണെന്നത് അറിയണില്ല. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ള നിയമ നടപടി ചെയ്തു തരണം. മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും ഡാമിൽ നിന്ന് മീൻ കിട്ടുന്നില്ല. അപ്പോൾ അടുത്തിടെ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ അപകടത്തിന് കാരണമായതും തിരച്ചിലിനിറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അപകടം സംഭവിച്ചതും ഇത്തരത്തിലുള്ള മെഷീൻ ചൂണ്ടകളിൽ കുടുങ്ങിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പഴയന്നൂർ ബ്ലോക്കിലെ 50ഓളം കുടുംബങ്ങളാണ് ഗായത്രി പുഴയിൽ മത്സ്യത്തൊഴിലാളി സംഘത്തിലൂടെ ഈ മേഖലയിൽ കഴിയുന്നത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘം പ്രസിഡന്റ് KC തങ്കപ്പൻ, സെക്രട്ടറി VM ജബ്ബാർ, ഉൾനാടൻ മത്സ്യസംഘം ജില്ലാ കമ്മിറ്റി അംഗം VS സുരേഷ് എന്നിവർ ഫിഷറീസ് വകുപ്പിനും ചീരക്കുഴി ഇറിഗേഷൻ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. പഴയന്നൂർ പഞ്ചായത്തിന്റെ കീഴിൽ 35ഓളം മത്സ്യത്തൊഴിലാളികൾ, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉണ്ട്. അപ്പോൾ മത്സ്യത്തിന്റെ ലഭ്യത ഒരുപാട് കുറവാണ് ഇപ്പോൾ കാണുന്നത്. ഈ വെള്ളത്തിന്റെ ഒരു കളർ മാറ്റം ഇതൊക്കെ കാണുന്നുണ്ട്. വെള്ളത്തിൽ മാലിന്യം കലർന്നിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഏതാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്താ പറഞ്ഞാൽ ഇതിന്റെ സമീപത്തായിട്ട് ഒരുപാട് കമ്പനികളും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണോ അതോ ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് തള്ളി ഇതാക്കണതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അതേപോലെ തന്നെ ഈ മിഷീൻ ചൂണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ അത് അംഗീകാരം ഇല്ലാത്തതാണ്. അതിലൊരുപാട് കുളത്തും ഇതൊക്കെ ആയിട്ടാണ് ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചൂണ്ടൽ അവർ അവിടെ കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു വിട്ടിട്ട് പോകാറാണ്. അപ്പോൾ ഇത് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് വല ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ എവിടെയെങ്കിലും ഒരു തടസ്സം കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാലിലും കയ്യിലും കൊളുത്തിയിട്ടുള്ള ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഞാൻ പഴയന്നൂർ പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി പ്രസിഡന്റാണ്. എൻ്റെ പേര് തങ്കപ്പൻ. സ്ഥലം കല്ലേപ്പാടാണ്. ആ ചീരക്കുഴിയല്ല, പ്ലാഴിയിൽ നിന്ന് അങ്ങോട്ട് മൊത്തം വെള്ളം കറുപ്പാണ് വരുന്നത്. ആ വല ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കറുപ്പ് കളറാണ്. അത് അങ്ങനെ കുറച്ച് വേനൽക്കാലാവുമ്പോഴേക്കും അത് കട്ടിയാവും. മുകളിൽ പാട പോലെ വരും. പാട പോലെ വന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ചത്തുപൊന്താന്ന്. അതിന് ബഹുമാനപ്പെട്ട മത്സ്യത്തൊഴിലാളി ഓഫീസർമാരും ഇതിനെ മുൻകൈ എടുക്കണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. റിയേഷനിൽ അറിയിച്ചിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളി ഓഫീസിലും അറിയിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളുടെ ഉപജീവനവും ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ളവും അപകടത്തിലായ സാഹചര്യത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് ഇത് കാരണമാകുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. CCV ന്യൂസ്, തിരുവല്ലോമല.